ഹലോ ഗൈസ്, വെൽക്കം ടു ജിജെ ബസ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്മാർട്ട് വാച്ചിന്റെ അൺബോക്സിംഗ് വീഡിയോ ആണ്. 1000 രൂപയിൽ താഴെ ഒരു സ്മാർട്ട് വാച്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഒരു ചെറിയൊരു അത്ഭുതമായിരിക്കും. ഓക്കെ, 1000 രൂപയിൽ താഴെ നല്ല ക്വാളിറ്റി ഉള്ളതാണെങ്കിലും ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് പ്രസന്റ് ചെയ്യുന്ന വേവ് സിഗ്മ 3 എന്ന് പറഞ്ഞ സ്മാർട്ട് വാച്ചാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത്. സോ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇതാണ് നമ്മുടെ ബോട്ടിന്റെ വേവ് സിഗ്മ 3യുടെ ബോക്സിംഗ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസിംഗ് ആണ്. സോ നമുക്ക് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. സോ ഞാൻ അൺബോക്സ് ചെയ്യാണ്. ഇപ്പം തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് വെച്ചാണ് ആദ്യമായിട്ട് തുറക്കുന്നത്. സോ ലെറ്റ്സ് സീ എന്തൊക്കെയാണുള്ളതെന്ന്. വെളിയിലോട്ട് വരുന്നില്ല. ഓക്കെ, സോ നമുക്കിതാ വാച്ച് നല്ല ഭംഗിയായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ബോട്ട് സ്മാർട്ട് വാച്ചസ് എന്നൊക്കെ പറഞ്ഞിട്ട് ബോക്സിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ വാച്ച് വന്നിരിക്കുന്നത്. കൊള്ളാം. ആദ്യത്തെ ടച്ച് ആൻഡ് ഫീലിൽ ഞാൻ പറയാണ്, എന്താ പറയുക, ഭയങ്കര ഒരു ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എന്നാൽ ഹെവി അല്ല, നോർമൽ സാധാരണയായിട്ട് വരുന്ന ഒരു റബ്ബർ സ്ട്രാപ്പ് ഉണ്ടല്ലോ, ആ ഒരു ക്വാളിറ്റിയാണ് ഇതിൽ വരുന്നത്. പിന്നെ നമ്മൾ എന്താണ് ഇവിടെയൊക്കെ കവറിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് അറിയില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാലേ ഇതിൻ്റെ പരിപാടി എന്തോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നാവിഗേഷനോ ഭയങ്കര പരിപാടിയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. സോ അത് വാച്ച് ഞാൻ അവിടെ വെച്ചു. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഇതിൻ്റെ മാനുവൽ വരുന്നുണ്ട്. ഇതിൻ്റെ അത് ഫുൾ ആപ്പിൻ്റെ പരിപാടികളും വേവ് സിഗ്മ 3യുടെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ള ഒരു മാനുവൽ. പിന്നെ അതാ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. മാഗ്നറ്റിക് ചാർജിങ് ആണ്, സാധാരണ സ്മാർട്ട് വാച്ചിൽ കാണുന്ന എല്ലാം തന്നെ. പിന്നെ അതാ അവരുടെ ഒരു ബ്രോഷർ, ഭയങ്കര പരിപാടി, എല്ലാ ഐറ്റംസിൻ്റെയും സ്വന്തം കമ്പനി അവർ തന്നെ ബ്രാൻഡ് ചെയ്യുന്നുണ്ട്, ഓരോ പ്രോഡക്ട്സിനകത്തും ബ്രാൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ സ്റ്റിക്കർ അതാ ഉണ്ട്. ഇപ്പോൾ ഈയിടെയായിട്ട് വരുന്നതാണ്. ബോട്ടിൻ്റെ എന്ത് സാധനം മേടിച്ചാലും കുറച്ച് സാധനങ്ങൾ വെച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ അതാ ബോട്ട് ഹാർഡ്, പിന്നെന്താ എയറോപ്ലെയിനിൽ പോകുന്നത്, 4 സ്റ്റിക്കറുണ്ട് കേട്ടോ. ഇത്രയും സ്റ്റിക്കേഴ്സൊക്കെയാണ് എൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഒരു വാറണ്ടി കാർഡും വരുന്നുണ്ട്. ഇതിന് 1 വർഷത്തെ വാറണ്ടിയാണ് വരുന്നത്. ഓക്കെ, പിന്നെ അല്ലാതെ കുറച്ച് ബ്രോഷേഴ്സും വരുന്നുണ്ട്. സോ ഇതാണ് നമുക്കിപ്പോൾ അൺബോക്സ് ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റിയത്. സോ നമുക്കിനി വാച്ചിൻ്റെ ബാക്കി കാര്യങ്ങളൊന്ന് നോക്കാം. ഓക്കെ, നമ്മൾ വാച്ച് കൈ കെട്ടിക്കഴിഞ്ഞു. സോ ആദ്യം തന്നെ കൈ കെട്ടിയിട്ടുള്ളൊരു ഫീല് പറയാം. ഭയങ്കര ഒരു വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രീമിയം ക്വാളിറ്റി വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് 1000-നകത്താണ്. അപ്പോൾ അതാലോചിക്കാം. പ്രീമിയം ക്വാളിറ്റി ഒന്നും ഫീൽ ചെയ്യുന്നില്ല, പക്ഷെ നോട്ട് ടു ചീപ്പ്. ഇറ്റ്സ് ഗുഡ് ഫീലിംഗ്, ഭയങ്കര ഒരു നല്ലൊരു ഫീലിംഗ് ആണ്. പിന്നെ വാച്ചിന്റെ നമ്മുടെ ഇവിടെ ഇതാണ് നമ്മുടെ കൺട്രോൾ ചെയ്യേണ്ട ബട്ടൺ. ഇത് ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു 3 to 5 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവുന്നത്. ഓൺ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് QR കോഡ് വഴി സ്കാൻ ചെയ്തും അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. നമ്മുടെ ഇതിനകത്ത് QR ട്രേ എന്ന് പറഞ്ഞൊരു സാധനമാണ്. അപ്പോൾ കുറേ QR കോഡ്സ് സ്റ്റോർ ചെയ്യും. അതിലൊരെണ്ണം ഇവരുടെ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. ക്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. സത്യം പറഞ്ഞാൽ ആപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഭയങ്കര ഒരു യൂസർ ഫ്രണ്ട്ലി ആപ്പ് ഒന്നുമല്ല. ഒരുപാട് വട്ടം ക്രാഷ് ചെയ്തതിന് ശേഷമാണ് കണക്ട് ചെയ്തത്. ബട്ട് ഫൈനലി കണക്ട് ആയിട്ടുണ്ട്. സോ ആപ്പിൽ കണക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്ത് വാച്ച് ഫേസസ് ഒക്കെ മാറ്റാം. ആദ്യം ഒരു അപ്ഡേറ്റിംഗ് ഒക്കെ ഉണ്ട്. പിന്നെ ഫോണുമായിട്ട് ലിങ്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. വൺസ് ദാറ്റ്സ് ഡൺ നമുക്ക് ഇതിന്റെ ഫേസസും കാര്യങ്ങളൊക്കെ മാറ്റാം. സോ നമുക്കൊന്ന് ക്ലോസ് അപ്പിൽ കണ്ടു നോക്കാം. സോ ഈ ബട്ടൺ വെച്ചിട്ടാണ് നമ്മൾ വാച്ച് കൺട്രോൾ ചെയ്യുന്നത്. പ്രസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതാണ് സംഭവം. ഒരു പുതിയ വാച്ച് ഫേസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്തതാണ്. രസമായിട്ടുണ്ട് എന്ന് തോന്നി. സോ എനിവേസ് മേളിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നാവിഗേഷൻ മെനു ആണ്. ഇതിനകത്ത് അലാറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാം. അത്യാവശ്യം സെറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ഫോണിലൊക്കെ പോലെ തന്നെയാണ്. മാപ്സ് ഉണ്ട്, ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാം, എല്ലാം ഉണ്ട്. സ്ക്രീൻ ടൈം ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. അത് നമുക്ക് സെറ്റിംഗ്സ് പിന്നെ മാറ്റാം. ലെഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് കാണാം. ഫോണിലെ നോട്ടിഫിക്കേഷൻ കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റും. റൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്നത്തെ കാലോറീസ്, ഡിസ്റ്റൻസ് നടന്നത്, കാര്യങ്ങളെല്ലാം വരും. കൊള്ളാം, ആ സംഭവങ്ങളൊക്കെ ഫീച്ചേഴ്സൊക്കെ കൊള്ളാം. എന്താണ് സ്കോർസ്, സ്പോർട്സിൻ്റെ സ്കോറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് വരും. പിന്നെ ഇതൊന്നുകൂടെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ആപ്പുകളെല്ലാം ഇങ്ങനെ കാണാൻ പറ്റും. LCD ഡിസ്പ്ലേ ആണ് കേട്ടോ. അപ്പോൾ സോ അതിൻ്റേതായ ഒരു സ്മൂത്ത് കുറവുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് എന്താ പറയുക, 1000 രൂപയ്ക്ക് വേർത്താണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. 700 പരം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാന്നാണ് പറയുന്നത്. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരുപാട് ബൗളിങ്ങും അങ്ങനത്തെ വെറൈറ്റീസ് ഒക്കെ ഉണ്ട്. സോ എനിവേസ് ഇതാണ് നമ്മുടെ വാച്ചിന്റെ ഒരു ബേസിക് എന്താ പറയുക ഔട്ട്ലൈൻ എന്ന് പറയുന്നത്. സോ നമ്മൾ നേരത്തെ കണ്ടതാണ് വാച്ചിന്റെ ഒരു ക്ലോസപ്പ് ലുക്കും ഫീലും ഒക്കെ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ആക്ച്വലി ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണെങ്കിലും അത്യാവശ്യം കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള. സോ എന്തായാലും ഞാൻ ഇതിന്റെ ബേസിക് ഡീറ്റെയിൽസ് പറയാം. 2 ഇഞ്ചിൽ ഒരു HD ഡിസ്പ്ലേ ആണ് ഇത് വരുന്നത്, LCD ആണ് ഡിസ്പ്ലേ. സോ ഭയങ്കര സ്മൂത്ത് ആയിട്ടൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടില്ല. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ഫോർ 1000 rupees. ഇറ്റ്സ് ഗുഡ്. 1000 രൂപയ്ക്കകത്ത്, കാരണം ഇൻട്രൊഡക്ടറി ഓഫറാണ്. സോ ഇപ്പൊ പർച്ചേസ് ചെയ്താൽ മാത്രമേ 1000 രൂപയ്ക്ക് കിട്ടൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. മേ ബി ഭാവിയിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഓഫർ വന്ന് കുറച്ചുകൂടെ വില പറയാം, നമുക്കറിയില്ലല്ലോ, ബോട്ടാണ് സാധനം. സോ എനിവേസ് അപ്പോൾ ആ ഒരു ഇതിൽ HD ഡിസ്പ്ലേ ആണ് വരുന്നത്. സോ ഡിസ്പ്ലേ കൊള്ളാം, കുഴപ്പമില്ല. LED അല്ല, LCD ആണ്. ആ ഒരു ഒറ്റ ഡ്രോബാക്ക് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. സോ ഡിസ്പ്ലേ അതാണ്. പിന്നെ ഇതിൽ വാട്ടർ റെസിസ്റ്റൻസ് വരുന്നുണ്ട്. IP67 റേറ്റിംഗിൽ വരുന്ന വാട്ടർ റെസിസ്റ്റൻസ് ആണ് വരുന്നത്. വാട്ടർ, ഡസ്റ്റ്, സ്വെറ്റ് റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത്. 3 അടി വരെയൊക്കെ പൂളി പോകും. താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡിമ്മാണ്. സോ പൂളിലൊന്നും ഇറക്കരുത്. മഴയൊക്കെ നനഞ്ഞാലും കുഴപ്പമില്ല, വർക്ക് ചെയ്തോളും സാധനം. പിന്നെ ഇതിൽ വരുന്നത് 7 QR കോഡ്സ് വരെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു QR കോഡ് ട്രേ ഉണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ QR ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആരെങ്കിലും നമ്മളിപ്പോൾ സപ്പോസ് നമ്മുടെ ഊബർ ഡ്രൈവർ ആണെങ്കിൽ നമുക്ക് ആരെങ്കിലും പൈസ അയക്കാൻ നേരത്തെ QR വേണം എന്ന് പറയുമ്പോൾ പിന്നെ ഫോൺ എടുത്ത് ഓപ്പൺ ചെയ്യേണ്ട, നമുക്ക് ജസ്റ്റ് വാച്ച് എടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ QR കോഡ് അതിൽ തന്നെ ഉണ്ട്, അവർക്ക് സ്കാൻ ചെയ്തെടുക്കാൻ പറ്റും.
പിന്നെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ലൈവ് സ്പോർട്സ് സ്കോർ. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു. സ്പോർട്സിന്റെ സ്കോറൊക്കെ നമുക്ക് ലൈവായിട്ട് കിട്ടും. ഇപ്പോൾ IPL നടക്കുകയാണെങ്കിൽ ആപ്പായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ലൈവായിട്ടുള്ള IPL സ്കോറൊക്കെ കിട്ടും. വിരാട് കോഹ്ലി സെഞ്ചുറി ഒക്കെ അടിക്കും, നമുക്ക് അപ്പം തന്നെ അറിയാൻ പറ്റും. സോ അതാണ് മറ്റൊരു ഫീച്ചർ. പിന്നെ വരുന്നൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഗെയിംസ് ആണ്. സാധാരണ അങ്ങനെ വാച്ചുകളിൽ, അതും ഇത്രയും വില കുറവുള്ള വാച്ചുകളിൽ ഗെയിംസ് വരാറില്ല. ഇതിനകത്ത് ഒരു കുറച്ച് ഗെയിംസ് വരുന്നുണ്ട്. ഭയങ്കര കിട്ടുന്ന ഗെയിംസ് ഒന്നുമല്ല, ബട്ട് സ്റ്റിൽ ടൈം കില്ലിങ്ങിന് നമുക്ക് ഇതൊക്കെ ഓക്കെയാണ് അല്ലേ. ചെറിയ തരത്തിലുള്ള കളികളൊക്കെ നമുക്ക് അത്യാവശ്യം സമയം പോകാനൊക്കെ കളിച്ചിരിക്കാൻ നൈസാണ്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നാവിഗേഷൻ ആണ്. മാപ്പ് മൈ ഇന്ത്യയുടെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന നാവിഗേഷൻ സിസ്റ്റം ടേൺ ബൈ ടേൺ നാവിഗേഷൻ ആണ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മാപ്പ് മൈ ഇന്ത്യ നിങ്ങൾക്ക് അറിയാമെന്നറിയില്ല, ഗൂഗിൾ മാപ്പ് പോലെ തന്നെയാണ്. പക്ഷേ എല്ലാ തരം സ്ഥലങ്ങളും ഒന്നും കിട്ടത്തില്ല. പറ്റുന്ന കുറച്ച് ഏരിയാസ് ഒക്കെ കിട്ടും. ചെറിയ ഒരു മെഡിക്കൽ ഷോപ്പ് അടിച്ചിട്ട് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും കിട്ടത്തില്ല. ഇപ്പോൾ താജ്മഹൽ അല്ലെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനത്തെയൊക്കെ മെയിൻ ലൊക്കേഷൻസിലൊക്കെ പോകാൻ പറ്റും. സോ അതെന്ന് പറഞ്ഞാൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ അറിയാം. നമ്മളിങ്ങനെ തിരിഞ്ഞാൽ അതിനനുസരിച്ച് തന്നെ അതിൻ്റെ അകത്ത് ആരോ കാണും, ഇങ്ങനെ തിരിഞ്ഞ് കാണിക്കും. നമ്മൾ പണ്ട് ഗെയിമൊക്കെ കളിക്കുമ്പോൾ ഇങ്ങോട്ട് പോയി ഇടത്തോട്ട് തിരി വലത്തോട്ട് തിരി ആ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് ഭയങ്കര പ്രിസൈസ് ഒന്നും അല്ലെങ്കിലും അത് കുഴപ്പമില്ല. മെയിൻ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് ഇത് കറക്റ്റാണ്. സോ അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. എനിക്ക് ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കിയത്. ആദ്യമായിട്ട് ചെയ്യുന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. സോ എനിക്ക് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്ത് കുറേ നാൾ കഴിയുമ്പോഴായിരിക്കും ഒരു പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്സ് ഒക്കെ മനസ്സിലാവും. ഇപ്പം ഞാൻ ഇനിഷ്യലി ഇത് കണ്ടപ്പോൾ ഉള്ള കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് ഉപയോഗിച്ച് നോക്കി. കുറച്ചൊരു 10 മിനിറ്റ് താഴെ ഉപയോഗിച്ച് നോക്കി. നിങ്ങളുടെ മുമ്പ് വെച്ചാണ് ഇപ്പോൾ ഇത് പൊട്ടിച്ചത്. അതിനുശേഷം ഞാൻ ഒരു 5 മിനിറ്റ് ഒരു ഡിലേ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കി. അതിൻ്റെ അകത്തുള്ള യൂസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് മാത്രമാണ് ഇപ്പോൾ ഷെയർ ചെയ്യുന്നത്. സോ അത് വെച്ചിട്ട് നിങ്ങൾ ഇതിന് ബാക്കി ഇതിന് തന്നെ ഡീറ്റെയിൽസ് ആമസോണിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. സോ ബാങ്ക് ഓഫറൊക്കെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇതിൽ നിന്നും വില കുറഞ്ഞ് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ എനിവേസ് ഇത് അത്തരത്തിൽ പറയുകയാണെങ്കിൽ ഇത് വർത്ത് ആയിട്ടുള്ള ഒരു വാച്ചായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പേഴ്സണലി ഞാനിത് റെക്കമെൻഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാവർക്കും ഭയങ്കര കൂടിയ സ്മാർട്ട് വാച്ച് ഒന്നും മേടിക്കാൻ പറ്റില്ല. സോ നമുക്ക് കൊക്കിൽ ഒതുങ്ങുന്ന ഒരു സ്മാർട്ട് വാച്ചാണ്. നമുക്ക് ആവശ്യത്തിന് ഫീച്ചേഴ്സ് എല്ലാം തന്നെ ഉണ്ട്. ബേസിക് ആയിട്ട് ഒരു സ്മാർട്ട് വാച്ചിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. വെതർ ട്രാക്കിംഗ് ആപ്പ്, എന്താ പറയുക, സ്പോർട്സ് മോഡ് എല്ലാം നമ്മളെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. സ്വിമ്മിങ് മാത്രം പറ്റില്ല, വെള്ളത്തിനടി പോയാൽ പൊട്ടും, ഞാൻ നേരത്തെ പറഞ്ഞു. ബാക്കി എല്ലാ പരിപാടിയും ഇതിനകത്ത് ചെയ്യാൻ പറ്റും. സോ നിങ്ങളെല്ലാവരും ഒന്ന് വേണമെങ്കിൽ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിനെക്കുറിച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മേടിച്ച് വെക്കുക. മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. GGS എന്ന് പറഞ്ഞ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു, ബൈ.